അത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ അടുക്കളയിലെ കുറച്ച് പണികളും അതുപോലെ തന്നെ പുറത്തെ പണികളും പിന്നെ വിഷുവിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്, പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട് പരീക്ഷിച്ചതാണ്. മാങ്ങയും പഴുത്ത മാങ്ങ മിക്സിയിലിട്ട് അടിച്ചതും പഞ്ചസാരയും കൂടിയിട്ട് വെറുതെ കുക്കൊന്നും ചെയ്യാതെ വെറുതെ ഒന്ന് ഇളക്കി വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതിൽ അവസാനം പൗഡറാക്കുക ചെയ്യുന്നത്. കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ മുരിങ്ങയും പരിപ്പും വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് ഞാൻ നേരത്തെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി. ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തേങ്ങൻ്റെ കൂടെ ജീരകം കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് മുരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ കുക്കാവുമല്ലോ. പിന്നെ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പരിപ്പ് കൂടുതലും തേങ്ങ കുറവും, അതായിരിക്കും നല്ല ടേസ്റ്റ്. പിന്നെ കടുക് താളിക്കാനായി വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക്, പിന്നെ ഒരു വറ്റൽമുളക്, പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കറിവെച്ചയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ മുരിങ്ങയും പരിപ്പും ആയിട്ടുണ്ട്. ഇനി പുറത്തേക്കൊന്ന് പോയി നോക്കുകയാണ്. നല്ല വെയിലുണ്ട്. പിന്നെ കണ്ടം ഒക്കെ നന്നായിട്ട് കൊയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തന്നെ ചൂടും തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ കൊന്നമരമാണ്. അപ്പോൾ അതിന് നിറയെ മോവും വന്നിട്ടുണ്ട്. കുറച്ച് പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം പൂ ഉണ്ട്. ഇവിടെ നിന്ന് വലിക്കാമല്ലോ. ഇനി അടുത്ത പണി മുല്ല മോവ് പറിച്ച് വെക്കലാണ്, ഫ്രിഡ്ജിൽ വെക്കലാണ്. ഒരാഴ്ചയായിട്ട് ഇതാണ് പണി. കുറച്ച് കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് വെക്കും. ഇതിവിടെ തേങ്ങ വെട്ടി പൊളിച്ചിട്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ആദ്യമേ ചെയ്തു. ഇത് സെക്കൻഡ് ട്രിപ്പാണ്. ഇനി അടുത്ത പണി നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കഴുകി വൃത്തിയാക്കി, എന്തിനാണെന്ന് വെച്ചാൽ ജിലേബി ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ കണിവെക്കുമ്പോൾ ഇതൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബും ഇട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ജിലേബി പൗഡറും കൂടെ കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഷുഗർ സിറപ്പ്. പിന്നെ അങ്ങനെ അതിനെ പൈപ്പിംഗ് ബാഗിലിട്ട് നമ്മൾ ജിലേബി ഉണ്ടാക്കാൻ പോവാണ്. ഷുഗർ സിറപ്പിൽ കുറച്ച് റോസ് എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തതാണ്. ജിലേബി ഉണ്ടാക്കലിന് വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും ആവുന്ന വിധത്തിൽ അത്ര വലിയ ഭംഗിയൊന്നും വന്നിട്ടില്ല. എന്നാലും ഉണ്ടാക്കി നോക്കി. അങ്ങനെ ജിലേബിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നേരെ പോണത് ചക്ക ഇടാനാണ്. അപ്പോൾ എന്തായാലും കണി വയ്ക്കാൻ ചക്ക ഇടണമല്ലോ. അപ്പോൾ അതൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മാങ്ങയും കൂടി പറിച്ച് വയ്ക്കണം. മാങ്ങ ഇപ്രാവശ്യം ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ആയതൊക്കെ ഒന്ന് താഴെ നിൽക്കുന്നതൊക്കെ ഫസ്റ്റ് പറിച്ച് വെച്ചു. സിന്ദൂരം മാങ്ങയാണ്. അത് നല്ല ഫ്രൂട്ടി ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റാണ്. നല്ല ഫ്ലേവറും ഒക്കെയുള്ള മാങ്ങയാണ്. പറിച്ച മാങ്ങയൊക്കെ നന്നായി കഴുകിയിട്ടാണ് ഇതുപോലെ കുത്തി നിർത്തി വയ്ക്കുന്നത്.
ഇത് വന്നിട്ട് തെങ്ങിൻ പൂക്കലാണ്. അപ്പോൾ അത് വെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഇനി ഇതിനെടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ പറയിൽ നെല്ലൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ വെക്കാനുള്ളതാണ്. ഇനി ഉണ്ണിയപ്പവും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതിന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. 1 കിലോ പച്ചരി വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ചെയ്തത്. പച്ചരിയും ശർക്കരയും തേങ്ങ ചിരവിയതും പിന്നെ പഴവും കൂടി ഇട്ട് മിക്സിയിലിട്ട് അരച്ചതാണ്. പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നെയ്യിൽ തേങ്ങാക്കൊത്തും എള്ളും കൂടി മൂപ്പിച്ചെടുത്തതാണ്. അപ്പം അങ്ങനെ ഏകദേശം വിഷുവിനുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിഷു കണി വയ്ക്കാനുള്ള തിരക്ക്.